ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇതില് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ജയിൽ മേധാവി ഇന്നലെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലും അതീവ ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം തടയരുത് കൃത്യമായ നിലക്ക് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കാരണം ജയിലെന്ന് പറയുന്ന പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല, ആധുനിക അല്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDFന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ണു തുറന്നു മനുഷ്യൻ കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിലിരുന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്ന അതിമാനുഷ്യനായ ഒരു കഥാപാത്രത്തിന്റെ സകല പരിവേഷങ്ങളോടും കൂടി കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇത് മാധു പറയുന്നത് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ 2011 2013 അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ജയിലിൽ നിന്ന് 5 പേര് ചാടിപ്പോയ കാര്യം സംബന്ധിച്ച് നമ്മളാരും മറന്നുപോയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലുണ്ടായിട്ടുള്ളതാണ്. നേരത്തെ റിപ്പർ ജയാനന്ദൻ 7 കൊലക്കേസിൽ 7 കൊലക്കേസ് പറഞ്ഞാൽ ഒരു കൊലക്കേസ് ഡബിൾ കൊലയാണ്. അതുപോലെ 50 മോഷണ കേസുകളിൽ എല്ലാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജയിൽ ചാട്ടമാണ് ഈ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലക്ക് വന്നിട്ടുള്ള ജയിൽ ചാട്ടം. എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ അദ്ദേഹം ജയിൽ ചാടിയതാണ്. ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹം ജയിൽ ചാടിയിട്ടുണ്ട്, അറിയപ്പെടുന്നു ക്രിമിനലാണ്. പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല, ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? അവിടെ പക്ഷെ എവിടെ നിന്നോ ഒരു സിസ്റ്റം വന്ന് അതിന്റെ നടുക്ക് നിൽക്കുകയാണ് സർക്കാരിനും ജനങ്ങൾക്കും ഇടയിൽ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശരിയല്ല അത്. ഇതിപ്പോ 2011 13 നടന്നിരിക്കുന്ന 5 ജയിൽ ചാട്ടങ്ങളെ സംബന്ധിച്ച് പേരും അവരുടെ കേസ് സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആഞ്ജനേയ സ്വാമി ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക് പരിശോധന ഏറ്റവും മികച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെയുള്ള നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പോ വീഴ്ച മാത്രം സർക്കാരിനില്ല. ഇപ്പൊ യാദൃച്ഛികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എത്ര കർശനമായ നിലപാട് പറഞ്ഞാലും ഉണ്ടാവാതിരിക്കില്ല. എന്നാൽ നടക്കുന്ന കാര്യം എന്താ? നടക്കുന്ന കാര്യം അത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ഭയങ്കരം തന്നെ. ഇപ്പൊ കോട്ടയത്ത് അവിടെ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചു, നിർഭാഗ്യരാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് നടന്ന കാര്യം എന്താ? ഈ കേരളത്തിലെ ഗവൺമെന്റ് മരണവ്യാപാരികളാണോ എന്ന ചർച്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗമാകത്തിന്റെ വെന്റിലേറ്റർ എന്ന ചർച്ചയാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഇലക്ട്രിസിറ്റിയുടെ കമ്പി പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. എന്താ ചർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എന്തോ കൊടരായ്മ കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ്. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സർക്കാർ മരണവ്യാപാരിയാണോ എന്നൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല.
മരണവ്യാപാരി എന്ന വാക്ക് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന ഒരു കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന്റെ മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊന്തൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. പിന്നെ ചൂടാണ്ട് ഇല്ല. മാഷിപ്പോ പറഞ്ഞു കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് മാത്രം പറയില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? നിങ്ങളിപ്പോ 99% ശരിയുണ്ടാകുമ്പോൾ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മരത്തെയും കാടിനെയും ഒരുപോലെ താരതമ്യം ചെയ്യാനും പാടില്ല. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഒന്ന് താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന്, തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. കറക്ഷണൽ ഹോമാണെന്ന് ഞാൻ ചോദിക്കട്ടെ, കാരണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാരല്ലേ? എന്ത് നല്ല നടപ്പാണ് അവര് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്, ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്? എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പരമാവധി പരോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരില? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിന്റെ പേരിലല്ലേ എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത്? അന്ന് പറഞ്ഞിട്ടില്ല. 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അപ്പം നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകിതരാകേണ്ടത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു? നിർത്തി അവമാനിക്കുവാണെന്ന്. ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ഗവൺമെന്റിന്റെ ഏതെങ്കിലും വക്താക്കൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു, പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ടുപിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു, എടുത്തു. ഇദ്ദേഹത്തെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആണോ? ഭയങ്കര. പക്ഷേ രണ്ട് കാര്യങ്ങൾ എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയാണ് സിസ്റ്റം എന്ന വാക്കു പറഞ്ഞത്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആരെ പഴിക്കണം എന്നറിയാതെ വലയുന്ന മനുഷ്യർക്ക് മുന്നിൽ അവതരിച്ച ഒന്നാണ് ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.